നമസ്കാരം, വിപുലാണ്. ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ കുറച്ച് നാൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്തിട്ടുണ്ട്. PSC കിട്ടിയ ജോലി ചെയ്ത്. അപ്പോൾ ഞാൻ RCC വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് എങ്ങനെയെങ്കിലും ക്യാൻസറിൽ കുറേ നാൾ വർക്ക് ചെയ്ത് കഴിഞ്ഞ് ഏകദേശം 5 വർഷത്തോളം വർക്ക് ചെയ്തു. 5 വർഷം വർക്ക് ചെയ്യുന്നതനുസരിച്ച് തുടക്കത്തിൽ ഈ പേഷ്യൻസുമായിട്ടും അവരുടെ ഫാമിലിയായിട്ട് ഭയങ്കര കമ്പനിയാണ്. പിന്നെ ഇതൊരു ഡെവസ്റ്റേറ്റിംഗ് എക്സ്പീരിയൻസ് ആണ്. ഈ പേഷ്യൻസൊക്കെ അവിടെ കിടന്ന് മരിക്കുക ചെയ്യുന്നത്. കുറച്ച് നാൾ കഴിഞ്ഞാൽ 6 മാസം, 1 വർഷം, 2 വർഷം, 3 വർഷം കഴിഞ്ഞ് അവിടെ തന്നെ സിക്കായി മരിക്കുക. ശരിക്കും ഒരു പതറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. നമ്മൾ അവരുമായിട്ട് കമ്പനി ആയിക്കഴിഞ്ഞാൽ അവരുടെ വീട്ടിലെ സാമ്പത്തികം എല്ലാം തകർന്ന് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലാത്തൊരവസ്ഥയ്ക്ക് എത്തി മരിക്കും. ഇത് കണ്ടപ്പോൾ നമുക്ക് കുറേ കഴിയുമ്പോൾ ഡെസ്പാകും. ശരിക്കും നമ്മൾ RCC സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സീനിയർ നഴ്സ്, എനിക്ക് ഒത്തിരി പേരുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, ഒത്തിരി പേരുണ്ട്. അവരൊക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട. കാരണം അവർ ഈ ഇത്രയും പ്രഷറിൽ അവർ ഈ പേഷ്യൻസിനെ കെയർ ചെയ്യാൻ വേണ്ടി അവർ ഒത്തിരി പേര് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. എനിക്ക് തോന്നി ഇനി എൻ്റെ ക്യാൻസറിലെ ജീവിതം നിർത്താം. കാരണം വെച്ചാൽ എനിക്കത്ര ഹാപ്പി ആയിട്ട് തോന്നിയില്ല. കാരണം എനിക്ക് മാനസികമായിട്ട് ഒത്തിരി അപ്സെറ്റാണ്. കാരണം വെച്ചാൽ ഈ പേഷ്യൻസിനെ ഡീൽ ചെയ്യുന്നത് ഒന്ന്. രണ്ടാമത് വീട്ടിലേക്ക് വരണമെന്നുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ PSC എഴുതിയിട്ടുണ്ട്. എന്നാൽ പിന്നെ PSC കോട്ടയം PSC കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ്. ജില്ലാ PSC ആണ്. അപ്പോൾ ട്രിവാൻഡ്രം PSC അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, അവിടെ നിന്ന് ലീവ് ചെയ്തിട്ട് ട്രിവാൻഡ്രം PSC ജോയിൻ ചെയ്യാം. ഞാനും കോട്ടയം PSC കിട്ടിയില്ലെങ്കിൽ ട്രാൻസ്ഫർ മേടിച്ചാണെങ്കിലും കോട്ടയത്തേക്ക് വരാമല്ലോ എന്നുള്ള ഒരു ചിന്തയാണ് അന്ന് എനിക്കുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ RCC റിസൈൻ ചെയ്തു. റിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത് മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്യാനായിട്ട് 1-ാം ദിവസം ചെന്നു. അപ്പോൾ ഈ RCCയിലെ നഴ്സിംഗ് സിസ്റ്റവും അല്ലെ ശ്രീചിത്ര നഴ്സിംഗ് സിസ്റ്റം, ഗവൺമെൻറ് നഴ്സിംഗ് സിസ്റ്റം 2 രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. സോറി. അപ്പോൾ ഇവിടുത്തെ സെറ്റപ്പ് അനുസരിച്ച് ഇവിടെ ഈ നഴ്സിംഗ് സൂപ്രണ്ടുമാർക്ക് പ്രത്യേകിച്ച് മുറിയൊന്നുമില്ല. എല്ലാവരും കൂടെ ഒന്നിച്ചിങ്ങനെ നിരന്നൊരു ബെഞ്ചൊക്കെ ഇട്ട് അവിടെ നിരന്നിരിക്കുക ചെയ്യുന്നത്. അപ്പോൾ അത് ആരാ നഴ്സിംഗ് സൂപ്രണ്ട്, ആരാ ചീഫ്, ആരാ അസിസ്റ്റൻ്റ്, ആരാ ഡെപ്യൂട്ടി നിന്ന് പുറത്തുനിന്ന് ആൾക്കാർക്കൊന്നും അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഈ തല കാണിച്ച് അവിടെ നിന്നിങ്ങനെ പുറത്ത് നിന്ന് ഇങ്ങനെ തല കാണിക്കും. എന്താ കുട്ടി അവിടെ നിൽക്കുന്നേ എന്ന് ചോദിക്കും. കുട്ടീന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ നമ്മളുണ്ട് തന്നെ പതുക്കെ തല കാണിച്ച് അകത്തേക്ക് ചെന്നു ഇങ്ങനെ പുതുതായിട്ട് ജോയിൻ ചെയ്യാമെന്നാണ് പറഞ്ഞത്. PSC ആണോ എന്ന് ചോദിക്കും. കാരണം ഈ പലതരത്തിലുള്ള ജോയിനിങ്ങുകളുള്ളതുകൊണ്ട് ഇവർക്ക് മറ്റുള്ള ജോയിനിങ്ങുകളുടെ പുച്ഛമാണ്. PSCക്കാരെ ഇവർ ഓക്കെയാണ്. അപ്പോൾ PSC ആണെന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യും, ഇതിന് നേരെ ഓപ്പോസിറ്റുള്ള ബിൽഡിങ്ങിൽ സൂപ്രണ്ട് ഓഫീസ് ഉണ്ട്, അവിടെ ചെന്നിട്ട് ജോയിൻ ചെയ്ത് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ 7 ആയപ്പോഴും എത്തിയിരിക്കുക ജോയിൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാൻ ആ സൂപ്രണ്ട് ഓഫീസ് എന്നിട്ട് അവർ പറഞ്ഞു അവിടെ 10 ആൾക്കാർ വരുവുള്ളൂ എന്ന് പറഞ്ഞു. ഞാനവിടെ 10 ആയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് ഒരു മനുഷ്യനെ കാണാനില്ലാത്തതുകൊണ്ട് ഞാൻ ചായ കുടിച്ചിട്ട് അവിടെ ഒരു വാച്ച്മാനുണ്ട്, ആൾ പറഞ്ഞു 10-11 മണിയായിട്ട് ഇങ്ങോട്ട് വന്നാൽ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പുറത്ത് റൂമിലോട്ടൊക്കെ പോയി. അത് കഴിഞ്ഞ് 10-11 മണിയായിട്ടും വന്നു. ക്ലർക്കിനെ കണ്ടു. പിന്നെ സൂപ്രണ്ട് വരണം, സർട്ടിഫിക്കറ്റൊക്കെ വെരിഫൈ ചെയ്തു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഇതെല്ലാം കഴിഞ്ഞ് ഞാനൊരു 3 മണിയായി. അപ്പം 7:00 വന്ന് ഞാൻ ഏകദേശം 3-3:30 ആയപ്പോഴത്തേക്കുമാണ് അവിടുത്തെ ജോലിയും എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നത്. അപ്പോൾ ഇവിടെ ഒരു നഴ്സ് സൂപ്രണ്ട് ഓഫീസർ കംപ്ലീറ്റ് കാലിയാണ്. അവിടെ ഒരു നൺ സിസ്റ്റർ ആയിട്ടുള്ള ഒരു സൂപ്രണ്ട് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവരേത് സൂപ്രണ്ടാണെന്ന് എനിക്ക് നല്ല ഓർമ്മയില്ല. അപ്പം ഞാനിങ്ങനെ തല കാണിച്ചു. അപ്പോൾ അവർ ഓൾറെഡി ഹാൻഡ് ഓവർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരാളിങ്ങനെ ജോയിൻ ചെയ്യാൻ പോയിട്ടുണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനവിടെ തല കാണിച്ചപ്പോൾ കുട്ടി കയറുക എന്ന് പറഞ്ഞു. പുതിയ ജോലിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേ സിസ്റ്ററെ എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ പുള്ളി പറഞ്ഞു സുരേഷേ, എടാ സുരേഷേ എന്ന് വിളിച്ചു. അപ്പോൾ എവിടുന്ന് ഒരു സുരേഷ് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ സുരേഷ് അവിടുത്തെ ഒരു സീനിയർ മെയിൽ നഴ്സാണ്. അപ്പോൾ ഈ സുരേഷ് വന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സുരേഷ് നേരെ വന്ന് എന്നെ വിളിച്ച്. അപ്പോൾ സുരേഷിനോട് പറഞ്ഞു, സുരേഷേ ഇത് നമ്മുടെ പുതിയൊരു പയ്യനാണ്, നമുക്ക് ഇവനെ ഒരു കാര്യം ചെയ്യും, നീ ഇവനെ കൊണ്ടുപോയി അവൻ്റെ ഡ്രസ് യൂണിഫോം ഒക്കെ മാറ്റി യൂണിഫോം ഒക്കെ ഇടിപ്പിച്ചിട്ട് കൊണ്ടുവരും. അപ്പോൾ യൂണിഫോം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ യൂണിഫോം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മേടിച്ചായിരുന്നു ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പേവാടിൻ്റെ മുകളിൽ കൊണ്ടുപോയി. പുള്ളി എൻ്റെ വീട്ടുകാര്യങ്ങളും നാട്ടുകാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ അത് RCC വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്നിട്ട് ജോയിൻ ചെയ്ത് ഇങ്ങോട്ട് തിരിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് യൂണിഫോം ഇട്ട് തിരിച്ച് നഴ്സിംഗ് ഓഫീസ് വന്നു. നമുക്ക് പിന്നെ 2-ാം വാർഡിലേക്ക് കൊണ്ട് വിട്ടേക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു 2-ാം വാർഡെന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ സെറ്റപ്പ് ആയിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ 2-ാം വാർഡിൽ ചെന്നു. അപ്പോൾ ഞാൻ അതിന് മുമ്പ് ഒരു ഹൊറിബിൾ വാർഡ് കണ്ടിരിക്കുന്നത് RCCയിലെ ജനറൽ വാർഡാണ്. അതിൽ കടൽ പോലെ കിടക്കുന്ന പേഷ്യൻസ്, ഇഷ്ടം പോലെ പേഷ്യൻസും സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിനേക്കാൾ ഹൊറിബിൾ ആയിട്ടുള്ള വാർഡാണ് 2-ാം വാർഡ്. 2-ാം വാർഡിൽ ചെന്നു. അപ്പോൾ 2-ാം വാർഡിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നോട് പറഞ്ഞു അവിടെ ഒരു നഴ്സുണ്ട്. അപ്പോൾ ഈ ട്രിവാൻഡ്രത്ത് ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗിൽ ഈ ഡിപ്ലോമ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അവരവിടുത്തെ DMO പോസ്റ്റിംഗ് എന്ന് പറഞ്ഞ സാധനമുണ്ട് ഇവർക്ക് 5 വർഷം അവിടെ പിന്നെ ഒരു നഴ്സിൻ്റെ സാലറിയൊക്കെ മേടിച്ചിട്ട് നിൽക്കാം. അതൊക്കെ യൂണിയൻ പരമായിട്ടൊക്കെ പ്രഷർ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് മേടിക്കുന്ന സംഭവമാണ്. അപ്പം അങ്ങനെ നിൽക്കാം. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു നഴ്സ് അവിടെ ഉണ്ട്. എന്നോട് ചോദിച്ചാൽ ക്യാലിഡ അറിയുമെന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ സാധാരണ വിചാരിച്ചു വെച്ചാൽ നമ്മളൊക്കെ ഈ പുറത്തുനിന്ന് വന്ന് ഇപ്പോൾ ഇവിടെ പഠിച്ചെന്ന് വെച്ചാൽ കോട്ടയത്താണ് പഠിച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം PSC ആണ്, വിവരമില്ലാത്തവനാണ്. എന്നുവെച്ചാൽ ക്ലിനിക്ക് വർക്ക് ചെയ്യാൻ അറിയത്തില്ല, ഒരു തിയറിസ്റ്റ്. അന്നത്തെ ഒരു ചിന്ത എങ്ങനെയാണ്, കാരണം PSCക്കാർക്ക് കൈകൊണ്ട് ഒരു സാധനം ചെയ്യാൻ അറിയത്തില്ല, ഞങ്ങൾക്ക് എല്ലാം ചെയ്യാൻ അറിയാവുള്ളൂ എന്ന് പറയാം. അപ്പം ഞാൻ RCCയിൽ
ആയിരക്കണക്കിന് ക്യാനുലാസും എല്ലാ പ്രൊസീജിയേഴ്സും നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് ഒരു പ്രശ്നമില്ലാത്ത സെറ്റപ്പിലാണ്. മാത്രമല്ല ശ്രീത്ര എന്നെ വെൽ റിഫൈൻഡ് ആക്കിയിട്ടാണ് എന്നെ പുറത്തേക്ക് ഇറക്കി വിട്ടത്. അവർ പറയുന്ന പോലെ പൂച്ച 4 വീണിട്ടുണ്ട് 4 കാലം. ഏത് പേഷ്യൻ്റെ ഏത് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റി ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങളെയൊക്കെ പുറത്തേക്ക് ഇറക്കി വിടുന്നത്. അത് ശ്രീത്രയുടെ പ്ലസ്സാണ്. അതുപോലെ തന്നെയാണ് RCCയിലും അടിയും തടയം പഠിച്ചിട്ടുണ്ടെന്ന് ഇറങ്ങി വന്നിരിക്കും. ക്യാനിലേക്ക് നമ്മൾ ഫിംഗറിൽ ഉള്ള വെയിനെ വരെ നമ്മൾ ക്യാനിലേക്ക് ഇടും. കാരണം അവർക്ക് കീമോതെറാപ്പി കൊടുക്കണമല്ലോ, ക്യാനിലിട്ടേ പറ്റുള്ളൂ. അപ്പം ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ 2-3 ക്യാനില്ല. അപ്പോൾ ഇവർക്ക് കുത്തിയിട്ട് കിട്ടാത്ത കുറേ ക്യാനിൽ അവിടെ ലെഫ്റ്റ് ഓവർ വെച്ചിട്ടുണ്ട്. അതെല്ലാം എൻ്റെ തലക്ക് അടിച്ചു തന്നു. ഞാൻ ആ ക്യാനിലേക്ക് ഇട്ടു. അപ്പോൾ ഇതെല്ലാം ഇട്ട് കഴിഞ്ഞ് പറഞ്ഞു അടുത്ത പണി തന്നു, നീ അന്ന് അത് ചെയ്താൽ പറഞ്ഞു. അങ്ങനെ അത് ചെയ്തു. അങ്ങനെ 2-3 ദിവസം അങ്ങനെ അതൊക്കെ ചെയ്ത് വൈകുന്നേരമായി പോകാൻ പറഞ്ഞു. പോയി നാളെ രാവിലെ ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഈ ഗവൺമെൻറ് സെക്ടറിൽ ജോയിൻ ചെയ്യുന്ന ഈ പേഷ്യൻസിനെ ഡീൽ ചെയ്യാനായിട്ട് വരുന്ന നഴ്സുമാർക്ക് ഒരു പരിശീലനമോ ഒരു പ്രാക്ടീസോ ഇല്ല. നിങ്ങളിവിടെ എന്ത് ചെയ്യണം, എന്താ കാണിക്കേണ്ടത്. എല്ലാ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് UK ചെന്നു, ഐറിഷ് ഫെസിലിറ്റി ചെന്നു. അവിടെ ചെന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അവിടെ 2-3 മാസം ഇൻഡക്ഷൻ കഴിഞ്ഞതിന് ശേഷമേ ഉള്ളൂ അവരെ ഒരു ഇൻഡിപെൻഡൻറ്റ് നേഴ്സാക്കി വിടത്തുള്ളൂ. ഇവിടെ അങ്ങനെ സിസ്റ്റം ഇല്ല. ഇവിടെ നീ അങ്ങോട്ട് ചെയ്തു, നീ എന്നെ വേണം കാണിച്ചു, നിനക്ക് എന്നെ അറിയാവുന്ന. അപ്പോൾ നിനക്കൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, സർട്ടിഫിക്കറ്റ് ക്ലർക്ക് വെരിഫൈ ചെയ്യും. പിന്നെ എന്തെങ്കിലും കൈകൊണ്ട് ചെയ്യാൻ അറിയാമോ, പേഷ്യൻ്റെ ഇതെല്ലാം ലൈവ് പേഷ്യൻസ് അല്ലേ, പേഷ്യൻ്റെ മണ്ടയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിൻ്റെ ഒരു ചിന്തയോ അങ്ങനെ സാധനമില്ല. അങ്ങനെ ഇവിടെ നിന്ന് നമ്മളിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ എക്സാമ്പിൾസ്. അപ്പോൾ അങ്ങനെ വാർഡിൽ വർക്ക് ചെയ്യുന്നു. അപ്പം എനിക്കത് കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ മെയിൽസിൻ്റെ ഒരു സെറ്റപ്പ് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയും നീ ഉച്ച കഴിഞ്ഞ് വന്നാൽ മതി. അപ്പോൾ വാർഡിൽ ഹെഡ് നേഴ്സ് ഉണ്ട്. ആ ഹെഡ് നേഴ്സിനോട് പറഞ്ഞു നീ ഉച്ച കഴിഞ്ഞ് വന്നാൽ മതി, സെക്കൻഡ് ഡ്യൂട്ടി എടുത്താൽ മതി പറഞ്ഞു. അപ്പോൾ ഈ ഫസ്റ്റ് ഡ്യൂട്ടി എടുത്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് വീട്ടിൽ ചെല്ലാനുള്ള താമസം അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഉച്ച കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞിട്ട് ഒരു 1:30 ആകുമ്പോൾ ചെന്നിട്ട് ഉടനെ ഡ്യൂസുമായിട്ടായിരുന്നു. അപ്പോൾ ഡ്യൂസുമായിട്ട് ഇറങ്ങിയിട്ട് വണ്ടിയും തള്ളി അങ്ങനെ ചെന്ന് ഓരോരുത്തർക്കും കൊടുത്ത് അപ്പം ചില പേഷ്യൻസൊക്കെ പറയും എൻ്റെ കയ്യിൽ ഈ മെഡിസിൻസ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ട് ഹൗസൈമാർ എഴുതി കൊടുക്കും. ഈ ഹൗസൈമാർ എഴുതി കൊടുക്കുന്ന ഈ സംഭവം ചില പേഷ്യൻസൊക്കെ മേടിക്കുക, അവരുടെ 5 പൈസ ഇല്ല മേടിക്കാനായിട്ട്, വളരെ ദാരിദ്ര്യമാണ്. അപ്പോൾ ചിലർ പറയും ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരും. ചിലരൊക്കെ എന്തെങ്കിലുമൊക്കെ മേടിക്കും. ചിലപ്പോൾ മെഡിസിൻ മാറ്റില്ല ഇവർ വേറെ ഒന്ന് മേടിക്കും. ഇതിൽ ഇത്രയും മേടിച്ച് ഇവിടെ നിശ്ചയിരിക്കുക, ഇനിയിപ്പോൾ എന്തിനാ വേറെ മേടിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള സെറ്റപ്പിൻ്റെ അകത്ത് ചിലർക്ക് കൊടുത്തും കൊടുക്കാതെയൊക്കെ അങ്ങനെ അങ്ങ് പ്രതോരം ചെന്ന് കഴിയുമ്പോഴത്തേക്കും ചിലപ്പം അവിടെ പേഷ്യൻസ് അവിടെ കിടന്ന് ഫാമിലി അവിടെ കിടന്ന് വെള്ളം വയ്ക്കും. അനക്കുന്നില്ലേ, ശ്വാസം നിന്ന് പോയി എന്ന് പറഞ്ഞു അങ്ങനെ വെള്ളം വയ്ക്കും. അപ്പോൾ അതൊരു ഫണ്ണി എക്സാമ്പിൾ. അപ്പോൾ എനിക്കത് അത്ഭുതം തോന്നി. പെട്ടെന്ന് തന്നെ ഒരു അറ്റൻഡറെ വിളിക്കുന്നു. ഉടനെ അറ്റൻഡർമാർ ഹൗസൈമാർ. അപ്പോൾ 2 യൂണിറ്റ് ഈ രാണ്ടിൽ ഇവിടെ ഒരു യൂണിറ്റും ഒരു PG കുറേ ഹൗസൈമാരിരിക്കും, അവിടെ ഒരു PG കുറച്ച് ഹൗസൈമാരിരിക്കും. എല്ലാവരും ഓടി വന്ന് ഇതിനെ വലിച്ച് ഈ ഒരു ട്രോളിയിലോട്ട് കയറ്റി നേരെ MICയിലോട്ട് കൊണ്ടുപോകും. MICയിലോട്ട് കൊണ്ടുപോയിട്ട് അവിടെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും MICയിൽ ഇങ്ങനെ കൊണ്ടുവന്ന ഒരു പേഷ്യൻസ് എൻ്റെ എക്സ്പീരിയൻസിൽ തിരിച്ചു വന്നിട്ട് എനിക്ക് ഓർമ്മയില്ല. കാരണം ഇത് കംപ്ലീറ്റ് ഹൈപ്പോക്സിയൊക്കെ അടിച്ച് കാർഡിയക് അറസ്റ്റിൽ പോകുന്ന ഈ ഹൈപ്പോക്സി പാടിക്കാടി അടിച്ചായി പോകുന്നത്. ഇതൊക്കെ ആരും മോണിറ്ററിംഗ് ഒന്നും ഇല്ലല്ലോ, ഇങ്ങനെ കടൽ പോലെ കിടക്കുക, അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുകയില്ല, അങ്ങനെ സെറ്റപ്പാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കൊണ്ടുപോയി അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും അവിടെ നിന്നൊരു ഫോൺ കോൾ വരും. ഹലോ, 2ാം വാർഡിലെ നേഴ്സാണോ? അതെ. എന്നാ പറയും, നിങ്ങളുടെ ഒരു ബോഡി ഇവിടെ കിടപ്പുണ്ട്, വേഗം കൊണ്ടുപോകണമെന്ന് പറയും. അപ്പം ഞാനിവിടെ നഴ്സിംഗ് അസിസ്റ്റന്മാരാരെങ്കിലും കാണും, തങ്കപ്പനോ ഗോപാലകൃഷ്ണനോ അഷറഫോ ആരെങ്കിലുമൊക്കെ കാണും. അപ്പം ഞാൻ അവരോട് പറയും, എൻ്റെ പൊന്നു തങ്കപ്പ ഒരു കാര്യം ചെയ്യും, ആ ബോഡി ഇങ്ങനെ വിളിച്ചോണ്ട് ഞാൻ പറയും. അപ്പം നമുക്ക് വെള്ളക്കാരെന്ന് പറയുന്നത് റിമെയിൻസ് എന്നാണ് പറയുന്നത്, ഇവിടെ ബോഡി എന്നാണ് പറയുന്നത്. അപ്പം അവൻ പറയും, ഇയാൾ എന്നോട് ചോദിക്കും സാറേ കരച്ചിൽ കേട്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു എന്നാ കരച്ചിൽ? അല്ല അവിടെ വാതിൽക്ക് ഡിക്ലെയർ ചെയ്യുമ്പോൾ കരച്ചിൽ കേൾക്കാം, അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയാൽ മതി, അല്ലെ അവർ നമ്മളെ ചീത്ത വിളിക്കുന്നു പറയും. അതായത് ഈ അകത്ത് പേഷ്യൻ്റ് ഓൾറെഡി ഡെത്ത് ആയെങ്കിലും ഇത് ഡിക്ലെയർ ചെയ്തിട്ടില്ല. അപ്പോൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ പുറത്ത് ആൾക്കാർ കിടന്ന് കുറേ വെള്ളം വയ്ക്കുമല്ലോ, കരച്ചിലും കൂലും ഒക്കെ വരും. അപ്പോൾ കരച്ചിലും കൂലും ഒക്കെ കേട്ടതിന് ശേഷം അങ്ങോട്ട് ബോഡി എടുക്കാൻ പോയാൽ മതി എന്നാണ് ഈ തങ്കപ്പം പറയുന്നത്. നഴ്സിംഗ് അസിസ്റ്റൻറ്റ് നഴ്സിംഗ് അസിസ്റ്റൻ്റ് ആണോ ഗ്രേഡ് 2 ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അത് കഴിയുമ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് കരച്ചിൽ കേട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും തങ്കപ്പനോട് പോയി. അപ്പം യുദ്ധം തോറ്റ ഒരു ജനറലിനെ പോലെ PG ഒരു ആമ്പുബാഗുമായിട്ട് തൊട്ട് പുറകെ ഹൗസജൻ, തൊട്ട് പുറകെ ട്രോളിയിൽ ബോഡി, തൊട്ട് പുറകിൽ തങ്കപ്പൻ, പിന്നെ കുറേ ഫാമിലി എല്ലാം കൂടെ കരഞ്ഞു പോയി കൊണ്ട് വരും. എന്നിട്ട് ആ വാർഡിൻ്റെ 2 സൈഡിൽ ഒരു സ്ക്രീൻ ഇട്ട ഒരു ചെറിയൊരു കോർണറുണ്ട്, ആ കോർണറിലേക്ക് കൊണ്ട് കയറ്റും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ തങ്കപ്പൻ്റെ ഡീലിങ്സാണ്. തങ്കപ്പൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രതീകാത്മകമാണ്, കറക്റ്റ് തങ്കപ്പനല്ല, പല തങ്കപ്പന്മാരും ഉണ്ട്. അപ്പം പറയും കുറച്ച് സാധനങ്ങൾ മേടിക്കണം, പുറത്ത് സരസ്വതി ടെക്സ്റ്റൈൽസ് ഉണ്ട്, അങ്ങോട്ട് പോയിട്ട് ഒരു 2 മീറ്റർ വെള്ളത്തുണി, പിന്നെ ഷർട്ട് പാൻറ്റ് അല്ലെങ്കിൽ ഷർട്ട് മുണ്ട്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണം. അപ്പോൾ ഓരോ റിലീജിയൻ അനുസരിച്ചുള്ള പ്രിപ്പറേഷൻസ് അതൊക്കെ ചെയ്ത് എല്ലാം സെറ്റപ്പാക്കി. പിന്നെ ഷേവ് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് എല്ലാം സെറ്റപ്പാക്കി. അതെല്ലാം സെറ്റപ്പാക്കാനുള്ള ലിസ്റ്റൊക്കെ എഴുതി കൊടുത്തു. അങ്ങനെ വീട്ടുകാരങ്ങോട്ട് ഓടി. എന്നിട്ട് അവരോട് ചോദിക്കും നിങ്ങൾക്ക് ആംബുലൻസ് വേണോ, ആംബുലൻസ് വല്ലതും ഉണ്ടോ? അപ്പോൾ അവർ പറയും ഞങ്ങൾക്കൊന്നും അറിയത്തില്ലെന്ന് പറയും. ഒന്നും അറേഞ്ച് ചെയ്യേണ്ട, എല്ലാം ഞാൻ അറേഞ്ച് ചെയ്തോളാം, എല്ലാം വണ്ടി എല്ലാം ഇവിടെ വരും, ഇതെല്ലാം കമ്മീഷനാണ്.
അപ്പോൾ അത് കഴിഞ്ഞ് ഇയാൾ ഈ ഡെത്ത് ബുക്ക് കൊണ്ട് പി ജിയുടെ പുറകെ നടന്ന് പി ജിയെ കൊണ്ട് എഴുതിപ്പിക്കും, അല്ലെങ്കിൽ ഹൗസേനെ കൊണ്ട് എഴുതിപ്പിച്ചിട്ട് കാഷ്വാലിറ്റി ഊട്ടുക. കാരണം ഈ വൈകുന്നേരം 7:30 ആകുമ്പോഴത്തേക്കും നൈറ്റുകാർ വരുമല്ലോ. അപ്പോൾ ഈ ജോലി ലെഫ്റ്റ് ഓവർ ആയിട്ട് നൈറ്റുകാരന് തലക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന് ചില്ലറ കിട്ടുന്നത് നൈറ്റുകാരൻ മേടിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യും, എങ്ങനെയും ഊട്ടി നടന്ന് പ്രിപ്പയർ ചെയ്തെല്ലാം കൊണ്ടുവന്ന് അവസാനം ഇത് ഊന്തി തള്ളി കൊണ്ടുവന്നിട്ട് ഈ ആംബുലൻസെ കൊണ്ട് കയറ്റി ആ കാശ് മേടിച്ചിട്ട് പുള്ളി ഹാപ്പി. അന്നത്തെ കാര്യത്തിൽ പുള്ളി ഹാപ്പി. ഇങ്ങനെയാണ് അവിടുത്തെ ഒരു ഡെത്ത് എക്സ്പീരിയൻസ്. അതായത് ഞാൻ ആദ്യം കണ്ടപ്പോൾ എനിക്ക് ശരിക്കും അത്ഭുതം തോന്നി. അതുപോലെ പേഷ്യൻസ് ആണെങ്കിൽ ഇങ്ങനെ ബെഡിൽ, പിന്നെ താഴെ സൈഡിൽ നിലത്ത് 16-15 ഇടയ്ക്ക് ഫ്ലോർ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവിടെ കിടക്കുന്നത്. കാരണം അത് അവരുടെ സ്റ്റാഫിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവിടുത്തെ ഡോക്ടേഴ്സും പി ജിസൊക്കെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഹൗസ്മേന്മാരും പി ജിസൊക്കെ നല്ല അവരുടെ ഒരു ഹാർഡ് വർക്ക് കൊണ്ടാണ് ഈ ഹോസ്പിറ്റൽസൊക്കെ റൺ ചെയ്ത് പോകുന്നത്. കാരണം അവർ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം ഞാനിങ്ങനെ സെക്കൻഡ് ഡ്യൂട്ടി ഫസ്റ്റ് ഡ്യൂട്ടിയൊക്കെ മാറി മാറി ചെയ്തുകൊണ്ടിരിക്കുന്നു. 2 മാസം ഞാനൊരു ഡ്യൂട്ടി എടുത്തുള്ളൂ. ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. പാമ്പ് കടിച്ച് ഒരാൾ വന്നു, ഒരു അപ്പച്ചൻ വന്നു. അപ്പോൾ ഇയാളെ പാമ്പ് കടിച്ച് വന്നതെന്ന് വെച്ചാൽ ഇയാൾ വീടിൻ്റെ പുറകിൽ, കഴക്കൂട്ടം ഭാഗത്തെങ്ങാണ്ടാണ് വീടിൻ്റെ പുറകിൽ ഒരു പാമ്പ് പറമ്പെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. കോഴിക്കോട് അവൻ്റെ ചോടൊക്കെ ഒന്ന് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കോഴിക്കോടിൻ്റെ അവിടുന്ന് തൂമ്പ വെച്ചിട്ട് വലിച്ചു. തൂമ്പ വലിച്ചപ്പോഴത്തേക്കും കുറച്ച് മൂർഖ കുഞ്ഞുങ്ങൾ വന്ന് ഈ മണ്ണിങ്ങനെ കാലിലോട്ടാണ് വന്ന് വീണ. അപ്പോൾ ഈ മൂർഖ കുഞ്ഞുങ്ങൾ വന്നിട്ട് കാലിലോട്ട് വന്ന് എല്ലാം കൂടെ ചെറുതാകം കടിച്ചു. തീരെ ഭീകരി കുഞ്ഞുങ്ങളാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് അവർ ഇങ്ങോട്ട് വന്നു. കാഷ്വാലിറ്റി ശരിക്കും ASP അവിടുത്തെ റൂള് പ്രകാരം, ഇവിടെ എല്ലാം റൂൾ ഉണ്ടാക്കിയിരിക്കുക. ഇതാരെ ഉണ്ടാക്കിയെന്ന് എനിക്കറിയില്ല. അപ്പം റൂള് പ്രകാരം കാഷ്വാലിറ്റിയിലെ PGs ASP ടെസ്റ്റ് ചെയ്ത് ഫസ്റ്റ് ഡോസും കൊടുത്തൊക്കെ വിടണം എന്നൊക്കെയാണ്. അവരെന്നാ ഇത് നൈസായിട്ട് അവരുടെ അഡ്മിഷൻ്റെ ആയതുകൊണ്ട് ഇങ്ങോട്ട് തള്ളിയും വിട്ടു. അപ്പോൾ തള്ളി ഇങ്ങോട്ട് വിട്ട് വാർഡിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഈ ഹൗസ് സർജൻ എന്നിട്ട് ഈ ക്യാനിൽ ഇടാൻ വേണ്ടി കുറഞ്ഞ് ശ്രമിക്കുക. അപ്പോൾ ഈ ഹൗസ് സർജന്മാർക്കൊന്നും ക്യാനിൽ ഇടാനുള്ള പരിശീലനം ഒന്നും കറക്റ്റ് കിട്ടുന്നില്ല. ശരിക്കും ആരെങ്കിലും ഇവരെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. കാരണം വെച്ചാൽ അവർക്ക് ഈ പതോളജിയിൽ എങ്ങാണ്ട് ഡോക്ടർമാരൊക്കെ പഠിപ്പിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ടെക്നിക്ക് ഇല്ല. ഏതൊരു നഴ്സ് എഡ്യൂക്കേറ്ററോ, കാരണം ക്യാൻലഡ് എക്സ്പേർട്സ് നഴ്സ് എഡ്യൂക്കേറ്റേഴ്സ് ആരെങ്കിലും വെച്ചിട്ട് അത് പഠിപ്പിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. പക്ഷേ ഇവർക്ക് ഈ കൊച്ചിനിടാൻ പറ്റുന്നില്ല. കൊച്ചു കിടന്ന് വേർത്ത് പുളിക്കുക. അവർ ജസ്റ്റ് ഒരു പുതിയ ഹൗസിൽ. അപ്പം ഞാൻ RCC എന്ന് പറഞ്ഞ വരവാണല്ലോ. അവിടെ നമുക്ക് അങ്ങനെയുള്ള ഇതൊന്നുമില്ല. നമ്മൾ ഒരു ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് ലെവലിലോട്ട് പോകുന്ന ഒരു സെറ്റപ്പാണ്. RCCയുടെ സ്ത്രീ പുതിയ പ്രൊഫഷണൽ അപ്രോച്ചാണ്. ഞാൻ പെട്ടെന്ന് ഒരു ക്യാനിലെടുത്തും കിട്ടും. അപ്പോൾ തന്നെ ASP ടെസ്റ്റ് കൊടുത്തു. അത് കഴിഞ്ഞ് ASP ഫുള്ള് കൊടുത്തു. പേഷ്യൻ്റ് ഓക്കെ ആയി. ഉടനെ തന്നെ അവിടുത്തെ ഹെഡ് നേഴ്സ് എന്നെ വിളിച്ചു. ഇങ്ങോട്ട് നടാ എന്ന് പറഞ്ഞു. ഉടനെ അപ്പോൾ എടാന്ന് പൊടാന്നൊക്കെയാണ് വിളിക്കുന്നത്. ഇപ്പോൾ നടാ, ഇത് പ്രായമുള്ള സ്ത്രീയാണ്. എന്നിട്ട് പുറകിലത്തെ കട്ടിലോട്ട് കൊണ്ടുപോയിട്ട് എന്നോട് പറയുകയാണ്, എടാ നീ വേണ്ടാത്ത പണിക്കൊന്നും പോയേക്കരുത്. ഇവിടുത്തെ രീതികളും ചട്ടങ്ങളും റൂൾസും ഒന്നും നിനക്ക് അറിയത്തില്ല. നീ RCC എന്ന് വന്നതാണ്. അത് വേറൊരു സെറ്റപ്പാണ്. ഇവർക്ക് RCC പുച്ഛമാണ്, വേറൊരു സെറ്റപ്പാണ് അത്. ഇവിടുത്തെ രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും അവരുടെ ജോലിയുണ്ട്, അത് മാത്രമേ ചെയ്യാവുള്ളൂ. വേണ്ടാത്ത ജോലി എങ്ങാനും കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ യൂണിയൻകാർ ഇടപെടും. അത് കഴിഞ്ഞ് നിനക്കത് ജോലിയായി കിട്ടും. അതുകൊണ്ട് നിനക്ക് തുടക്കത്തിൽ നിന്ന് ഒന്നോടൊന്ന് വാണിംഗ് ആയിട്ട് എനിക്ക് പറഞ്ഞാന്ന് പറഞ്ഞു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മരിക്കാറായി കിടക്കുന്ന പേഷ്യൻ്റ് കിടന്ന് കരയുക, എൻ്റെ പൊന്നു സാറേ എനിക്ക് വേഗം മരുന്നായോ, എനിക്ക് 3 പെൺപിള്ളേരാണേ എന്ന് പറഞ്ഞ് കരയുക. അങ്ങനെ കരയുന്ന ഒരു രോഗിക്ക് ഞാൻ കാനല ഇട്ടപ്പോഴത്തേക്കും ഹാർട്ട് നേഴ്സ് എന്നെ വിളിച്ച് ചീത്ത വിളിക്കുക, നീ ഇടണ്ടെന്ന്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് എത്തിക്സ് ആണ് ഈ പേഷ്യൻറ്റിനോടുള്ളത്. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഇങ്ങനെയൊക്കെയാണോ സംഭവങ്ങളൊക്കെ ഉള്ളത്? ഇവിടെ ഇവർക്കൊക്കെ എന്ത് എത്തിക്സ്, ഇവരെന്തിനാണ് ജോലി ചെയ്യുന്നത്? അതായത് പേഷ്യൻറ്റിന് വേണ്ടി ഒന്നും അല്ല ജോലി ചെയ്യുന്നത്, നമ്മൾ ചുമ്മാ എന്തോ ഒരു ജോലി ചെയ്യുന്നു, അതൊരു അപ്രോച്ച്. ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് കണ്ടത്. പിന്നെ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്ന സമയത്ത് അവിടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്ന സമയത്ത് രാവിലെ മെഡിസിൻ പേഷ്യൻറ്റിന് ഡ്യൂസ് എല്ലാം കൊടുക്കാനുണ്ട്. അവിടെ നേഴ്സിംഗ് അസിസ്റ്റൻ്റ് തന്നെ ഈ ഡ്യൂസ് എല്ലാം കലക്കി, അതൊന്നും പ്രോപ്പറായിട്ടുള്ള കലക്കൊന്നുമല്ല, ചുമ്മാ ഇങ്ങോട്ട് കോരി ഒഴിച്ച് ഇങ്ങോട്ട് കലക്കി അവിടെ ഈ നമ്മുടെ സിറിഞ്ചിൻ്റെ അകത്ത് നീരിലൊന്നും ഇല്ലാതെ ഇങ്ങനെ പൊട്ടുകുറ്റി പോലെ ഇങ്ങനെ ഈ അമിട്ട് വിടാൻ പറ്റുന്ന വിൽക്കുന്ന പോലെ കുറ്റിയായിട്ട് ഇങ്ങനെ നിരത്തി വെച്ചേക്കാം. അപ്പോൾ ഒരു 5 ml 2 ml 3 ml എന്നൊക്കെ ഉണ്ട്. ഇന്ന് അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അന്നത്തെ കാലത്ത് എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത്. അതിനൊരു ക്യാപ്പ് പോലും ഇടാതെ വെച്ചിരിക്കുക. അപ്പം ഞാൻ ചോദിച്ചു, ഇതല്ലേ കാണിക്കുന്നത്? അവർ പറഞ്ഞ് സാറേ ഇങ്ങനെയാണ് ഇവിടെ ഇങ്ങനെയാണ്, അതായത് നേഴ്സുമാരെ ഹെൽപ്പ് ചെയ്യുന്ന വേണ്ടി ഞങ്ങൾ ഇങ്ങനെ കലക്കി വെക്കുമെന്ന് പറഞ്ഞു. രാവിലെ കലക്കി. അപ്പോൾ എത്രയാണ് കലക്കിയെന്ന് അത് ഏകദേശം ഒരു കണക്കം വെച്ചിട്ട് കലക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ കലക്കണ്ടെന്ന് പറഞ്ഞു. കാരണം ഇത് കലക്കി 2-3 മണിക്കൊക്കെ കലക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ 6 മണിക്കൊക്കെ കൊണ്ട് കൊടുക്കുന്നത്. അവർക്ക് എന്ത് ബെനിഫിറ്റാണ് കിട്ടാൻ പോകുന്നത്? ഇതൊക്കെ അവിടെ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് മാറിയെന്ന് എനിക്കറിയില്ല. ഞാൻ 20 years മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. മാറി കാണുമായിരിക്കും എൻ്റെ പ്രതീക്ഷ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു എനിക്ക് കലക്കണ്ടെന്ന് പറഞ്ഞു, ഞാൻ കലക്കി എടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഈ സ്പെഷ്യൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞ സാധനമുണ്ട്. സ്പെഷ്യൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റാഫ് മെമ്പേഴ്സ്, ഈ പ്രൈം മിനിസ്റ്റർ, പ്രസിഡന്റ്,
അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരുമ്പം അവർക്ക് വേണ്ടി VIP ഡ്യൂട്ടി ആംബുലൻസ് കയറി നമ്മൾ പോകണം. അപ്പോൾ ആംബുലൻസ് കയറി പോകുന്നുണ്ടെങ്കിൽ കുറേ എമർജൻസി മെഡിസിൻസും ഡീഫിബ്രിലേറ്ററും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഓക്സിജൻ സിലിണ്ടറും ഒക്കെ വേണം. അപ്പോൾ എനിക്കിതിനെപ്പറ്റി അറിയത്തില്ല, കാരണം ഞാൻ RCCM സീറ്റിലാണല്ലോ വർക്ക് ചെയ്ത്, പഠിച്ചത് കോട്ടയത്താണെങ്കിലും നമുക്ക് ഇതിനായിട്ട് യാതൊരു ബന്ധവുമില്ല, കാരണം ഞാൻ PSC ആണ് ചെയ്തത്. അപ്പോൾ എനിക്ക് DMO പോസ്റ്റിങ്ങിനെ പറ്റി എനിക്കൊന്നും അറിയത്തില്ല. അപ്പോൾ അങ്ങനത്തെ സെറ്റപ്പിൽ ഞാൻ എന്ത് ചെയ്തു, എന്നെ ഒരു സൂപ്രണ്ട് വിളിച്ചു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക്. സൂപ്രണ്ട് ഓഫീസിൽ എല്ലാം പറഞ്ഞു. ഞാൻ ആ സൂപ്രണ്ട് ഡാലസ് എന്ന് പറഞ്ഞൊരു സൂപ്രണ്ടാണ് ഉണ്ടായിരുന്നത്. പുള്ളിയുടെ അടുത്ത് ചെന്നു. പുള്ളിയോട് പറഞ്ഞു, വളരെ ജെന്റിലായിട്ട് പുള്ളി പറഞ്ഞ്, എടാ ഒരു സ്പെഷ്യൽ ഡ്യൂട്ടി ഉണ്ട്, പ്ലാനിംഗ് കമ്മീഷൻ മെമ്പേഴ്സ് ഒരു 2-3 ദിവസത്തെ തന്നെ വിസിറ്റിന് വരുന്നുണ്ട്. അവർക്ക് താജ് ഹോട്ടലിൽ ഡിസ്കഷൻ ഉണ്ട്, പിന്നെ അവർക്ക് കോവളത്താണ് സ്റ്റേ. അപ്പം അതിന് വേണ്ടി നമുക്ക് ആംബുലൻസ്, സാധാരണ ജനറൽ ഹോസ്പിറ്റലുകാരാണ് പോകുന്നത്, അപ്പം ഈ ആംബുലൻസ് നമ്മൾ ഓടിക്കണം. അപ്പം നീ ഒരു 2 മെഡിസിൻ്റെ കിറ്റ് ഞാൻ മെഡിക്കലൈസ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നീ അത് എടുത്തിട്ട് നീ ആംബുലൻസ്, വേറൊരു നഴ്സിംഗ് അസിസ്റ്റൻറ്റും ഉണ്ട്, ആ നഴ്സിംഗ് അസിസ്റ്റൻ്റെ പേര് പറഞ്ഞു ഓർക്കുന്നില്ല, അയാളെ കൂടെ കൂട്ടി നീ 2-3 ദിവസം ഡ്യൂട്ടി പോകണമെന്ന് പറഞ്ഞു. ഞാൻ ശരി സാറേ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പം ഇന്ന് നഴ്സ് സൂപ്രണ്ട് ഓഫീസിൽ ചെന്നാൽ മതി എന്ന് പറഞ്ഞു. സോറി, ആ നഴ്സ് മെഡിക്കൽ വായിസിൽ ചെന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം ഒരു 11 മണി ആയപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞ് 12 ആകുമ്പോൾ ചെന്നിട്ട് ആംബുലൻസ് 12 ആകുമ്പോൾ റെഡിയാകും. ആംബുലൻസിൻ്റെ നമ്പറൊക്കെ തന്നിട്ടുണ്ട്. ഞാനൊരു 11 മണി ആയപ്പോഴത്തേക്കും മെഡിക്കൽ കോളേജിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഈ നഴ്സിംഗ് അസിസ്റ്റൻ്റ് കൂടെ വരുന്ന ആളെ പരിചയപ്പെട്ടു. ഞങ്ങൾ രണ്ടുപേരോട് ചേർന്ന് ഈ മെഡിക്കൽ ഐസിയിൽ ചെന്നു. മെഡിക്കൽ ഐസിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒരു ഓമന എന്ന് പറഞ്ഞൊരു ഹെഡ് നഴ്സാണ്. അവരെന്നെ പറയാത്ത ചീത്തയില്ല. ഞാൻ ഞെട്ടിപ്പോയി. എന്നോട് സൂപ്രണ്ട് പറഞ്ഞു, നീ അവിടെ 2 പാക്കറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഡീഫിബ്രിലേറ്റർ ഓക്സിജൻ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക, നീ ഇതെടുത്ത് ആംബുലൻസ് കയറ്റി കൊണ്ടുപോയി 3 ദിവസം ഡ്യൂട്ടി എടുത്ത് തിരിച്ചു കൊണ്ട് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ഞാനത് പ്രകാരം അവിടെ ചെന്നപ്പോൾ അവർ പറയുന്നത്, ഞാൻ ഇതൊക്കെ ചെയ്യണമായിരുന്നു, നീ ഡ്യൂട്ടി എടുക്കാൻ, നീ ഇവിടുത്തെ അതായത് ഞാൻ പുതുതായിട്ടുള്ള നേഴ്സാണ്, BSc ആണെന്ന് അവർക്കറിയാം, BScയുടെ കലിപ്പ അവർ പറയുന്നത്. നീ ഇവിടെ എന്താ ചെയ്യുന്നത്, നീ ഇവിടെ എടുക്കാൻ വേണ്ടിയാണോ വന്നിരിക്കുന്നത്, നിന്നെ ആളാ നേഴ്സിംഗ് പഠിപ്പിക്കുക, നീ എവിടുത്തെ നേഴ്സാടാ, എടാ പോടാന്നൊക്കെ വിളിക്കും, നമ്മൾ ആക്ഷേപിക്കുക, അപ്പോൾ പട്ടിയെ പോലെ ആക്ഷേപിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സിസ്റ്ററെ, ഞാൻ കാല് പിടിച്ച് പറഞ്ഞു, ഞാൻ ഞെട്ടിപ്പോയി, ഇതെന്നെ ഇങ്ങനെ വിളിക്കുന്നു, ഇങ്ങനെയൊക്കെ, ഞാനിതുപോലെ സ്റ്റാഫല്ലേ, എടാ പോടാ പട്ടി തണ്ടി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുക, നീ എന്നതാ കാണിക്കുന്നത്, നീ ഇവിടെയാണെങ്കിൽ ആ നേഴ്സ് പഠിപ്പിക്കുന്നത്, നീ ഇതെടുത്തില്ല അറേഞ്ച് ചെയ്യുന്നത്, ഇതൊക്കെ നീ അറേഞ്ച് ചെയ്യേണ്ട ജോലിയാണ്. ഇന്നലെ വൈകുന്നേരം ഞാൻ വിളിച്ചിട്ട് ഇതൊക്കെ അറേഞ്ച് ചെയ്ത് തന്നത്, നമ്മളോട് അങ്ങനെയൊന്നും അറേഞ്ച് ചെയ്യാനൊന്നും പറഞ്ഞില്ല, എനിക്കൊന്നും അറിയത്തുമില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഞാനത് പിന്നെ അവസാനം എടുത്തത്, അത് ചീത്തയെല്ലാം കേട്ട് ഞാൻ എടുത്ത് ആംബുലൻസ് കയറ്റി കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ഞാൻ അന്വേഷിച്ചപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലേദിവസം ഈ ഹെഡ് നഴ്സിനോട് ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ സൂപ്രണ്ട് പറയുകയും, അത് അറേഞ്ച് ചെയ്ത് വെക്കാത്തത് കൊണ്ട് സൂപ്രണ്ട് ഇവരെ വീട്ടിൽ നിന്ന് വിളിച്ച് വരുത്തി ഇതൊക്കെ അറേഞ്ച് ചെയ്യിപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ കലിപ്പിലാണ് അവർ എന്നെ ചീത്ത വിളിച്ചത്. എനിക്ക് ഇതുപോലെ റോളും ഉണ്ടോ? കാരണം എന്നെ ചീത്ത വിളിക്കാനായിട്ട് അവർക്ക് പറ്റും, കാരണം ഞാനിവിടെ പുതുതായിട്ട് ജോയിൻ ചെയ്ത നേഴ്സാണ്. അത് കഴിഞ്ഞ് ഈ പേഷ്യൻ്റ്, ഞങ്ങൾ ആംബുലൻസിൽ പോയി, അത് കഴിഞ്ഞ് താജിലൊക്കെ പോയി കിടന്ന് അതൊക്കെ തിരിച്ചു വന്നു. അത് ഒരു വേറൊരു കഥ. അങ്ങനെ തിരിച്ചു വന്ന് അങ്ങനെ ഒരു സ്റ്റോറി അതങ്ങനെ വന്നിട്ട് നമ്മൾ ഈ സംഭവം എല്ലാം തിരിച്ചു കൊണ്ട് കൊടുത്ത് അത് കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് കയറി. ഇത് കഴിഞ്ഞിട്ട് ഒരു ദിവസം എന്നെ സൂപ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഈ മെഡിക്കൽ കോളേജിൻ്റെ നിന്ന് ഒരാളെ നമുക്ക് നിയമസഭാ സമ്മേളനം നടക്കുന്നുണ്ട്, അവിടെ ഒന്ന് പോകണമെന്ന് പറഞ്ഞു. ഉച്ച കഴിയുമ്പോൾ അവിടെ ചെന്ന് ഇരുന്നാൽ മതി, 1 മണിയാകുമ്പോൾ അവിടെ ചെല്ലണം എന്ന് പറഞ്ഞു. ശരി ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നിട്ട് 1 മാസത്തോളം ഞാൻ അവിടെ നിയമസഭയുടെ ഒരു MLA ഹോസ്റ്റൽ ക്ലിനിക്ക് എന്ന് പറഞ്ഞിട്ടൊരു ക്ലിനിക്കുണ്ട്, ആ ക്ലിനിക്കിൻ്റെ അവിടെ ചെന്നിരുന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ വൈകുന്നേരം നമുക്ക് തിരിച്ചു പോരും. അപ്പോഴത്തേക്ക് ഒരു പരിപാടിയില്ല, അവിടെ ഇരിക്കുക പോരുക. അപ്പോൾ അവിടെ ക്ലിനിക്ക് ഉണ്ടെന്ന് പോലെ എനിക്കറിയാൻ മേലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ ഇവിടെ തിരിച്ചു പോന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ സാറ് ഹരികുമാർ സാർ എന്നെ ഇഷ്ടമാകുകയും അങ്ങനെ പുള്ളി എന്നെ പിന്നെ അങ്ങോട്ട് എടുക്കുകയും ചെയ്തു. അത് വേറൊരു കഥ, അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ അതുപോലെ തന്നെ ഒരു ദിവസം ഞാനവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ സാർജൻ എന്നെ വിളിച്ചു. സാർജൻ്റ്, അപ്പം ഞാനവിടെ ജോയിൻ ചെയ്തോളൂ, മെഡിക്കൽ കോളേജ്. എനിക്ക് മെഡിക്കൽ കോളിനെ കുറിച്ച് വലിയ പരിചയമൊന്നുമില്ല, ട്രിവാൻഡ്രം മെഡിക്കൽ കോളിനെ കുറിച്ച് എനിക്ക് വലിയ പരിചയമില്ല. സാർജൻ എന്നെ വിളിച്ച് ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ വേസ്റ്റിനകത്ത് എന്തോ മിക്സ് ചെയ്ത് വിട്ടെന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ ഞാനും ഇവിടെ അറ്റൻഡറും കൂടെ അവിടെ ചെന്നിട്ട് ഈ വേസ്റ്റ് മൊത്തം വാരി പുറത്തിട്ടിട്ട് ഈ സിറിഞ്ച് സൂചി എല്ലാം കൂടെ അതിൻ്റെ അകത്ത് നിന്ന് സെപ്പറേറ്റ് ചെയ്തു. അതൊരു ഹോറിബിൾ എക്സ്പീരിയൻസ്. അത് നമുക്കിതിനെക്കുറിച്ച് അറിയത്തില്ല, പക്ഷെ ഞാൻ എന്നെക്കൊണ്ട് അത് ചെയ്യിപ്പിച്ചു. അതുപോലെ തന്നെ വേറൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഒരു പ്രാവശ്യം എന്നെ ഒരു പേഷ്യൻ്റ് 2ാം മാടി വെച്ചിട്ട് നൈറ്റ് എടുക്കുന്ന സമയത്ത് തല്ലാൻ പിടിച്ചു, പേഷ്യൻ്റെ ഫാമിലി മെമ്പർ. അപ്പോൾ അതിൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പേഷ്യൻ്റ് ഒരു അപ്പച്ചനാണ്. ഈ അപ്പച്ചൻ അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പച്ചനോട് ശ്വാസം മുട്ടൊക്കെ ആയിട്ട് വന്നിരിക്കുക. അപ്പോൾ ഒരു അസിത്രോമൈസിൻ ഇഞ്ചക്ഷനായിട്ട് വന്നു. ഈ അസ്ത്രോമൈസിൻ ഇഞ്ചക്ഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അസ്ത്രോമൈസിന് സ്ലോ ഇൻഫ്യൂഷനായിട്ട് കൊടുക്കാവുള്ളൂ, ഫാസ്റ്റായിട്ട് പുഷ് ചെയ്തിട്ടുണ്ട് സ്പീഡ് ഷോക്ക് എന്ന് പറഞ്ഞ സാധനം വരും. അങ്ങനത്തെ സാധനം ഞാൻ ആദ്യമായിട്ട് കേട്ടത് ഞാൻ ഈ ഐറിഷ് ഫെസിലിറ്റി ചെന്നപ്പോഴാണ് ഞാൻ കേട്ടത്, സ്പീഡ് ഷോക്ക് എന്ന് പറഞ്ഞ സാധനം ഉണ്ടെന്ന് തന്നെ. ഇവിടെ ഇവർ പറയുന്നത് ഇവർ മരുന്ന് മാറി കൊടുത്തെന്നാണ് പറയുന്നത്. നമ്മൾ മെഡിസിൻ സ്പീഡിൽ പുഷ് ചെയ്യുവാണെങ്കിൽ ഈ പേഷ്യൻറ്റിന് നമുക്ക് ഷോക്കിലേക്ക് സിംറ്റംസ് വരാം, അതാണ് സ്പീഡ് ഷോക്ക് എന്ന് പറഞ്ഞാൽ. അപ്പം ഞാൻ ഇച്ചിരി തിരക്കൊക്കെ ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇപ്പോൾ അസ്ത്രാൾ പെട്ടെന്ന് ലോഡ് ചെയ്തു. മകനെ മേടിച്ചെന്ന് മേടിച്ചോണ്ട് അയാളെ മുമ്പ് വെച്ച് തന്നെ കലക്കി ലോഡ് ചെയ്തും കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഈ കാരണവരോട് പറഞ്ഞു, അയ്യോ എനിക്ക് വെപ്രാളം വരുന്നേ, എൻ്റെ കണ്ണു പറയുന്നേ, എൻ്റെ വെപ്രാളം വരുന്നു പറഞ്ഞ് പൊറോട്ടൊക്കെ പറഞ്ഞു പോയി. അപ്പം സംഭവം പണി വാളിയെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴത്തേക്കും അവിലും ഡെക്സോണും കൊടുത്താൽ മതി. അപ്പോഴത്തേക്കും കൂടെയുള്ള ആൾക്കാർ, അപ്പോൾ ഈ
ഒരു മകൻ്റെ കൂടെ 8-10 മക്കളുണ്ട്. ഈ ഒരു മകൻ്റെ കൂടെയാണ് ഈ അപ്പച്ചൻ താമസിക്കുന്നത്. വേറെ മക്കളെല്ലാം കാണാൻ വന്നിരിക്കുക. അവരെല്ലാം അവിടെ പറയാം മരുന്ന് മാറിക്കൊടുത്തു, മരുന്ന് മാറിക്കൊടുത്തു, അവനെ വിടരുതെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തപ്പം അപ്പച്ചൻ അവിടെ കണ്ണും തള്ളി കിടക്കുക. അപ്പം ഞാൻ PG പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ, ഞാൻ മെഡിസിൻ കൊടുത്തപ്പോൾ ഞാൻ റിയാക്ഷനായി, സാറിന് വേഗം മരണം എന്ന് പറഞ്ഞു. അപ്പോൾ PG പറയുക, നീ എന്നാ പരിപാടിയാണ് കാണിച്ചെന്ന് വെച്ചാൽ അവന് എനിക്കിട്ടണം കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള മട്ടിലാണ് അവൻ നിൽക്കുന്നത്. പിന്നെ ഞാൻ അവൻ്റെ കയ്യെ കാലെ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഫാസ്റ്റായിട്ട് പുഷ് ചെയ്ത് പോയതാണ്, എനിക്ക് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞു. പിന്നെ അവൻ്റെ കയ്യെ കാലെ പിടിച്ചിട്ട് അവിലും ഡെക്സോണും ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിരിക്കുക. ഒരു അവിലും ഡെക്സോണും കൊടുത്തു കഴിഞ്ഞാൽ സംഭവം നടക്കും. പക്ഷെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം ഇവന്മാർ വന്ന് കണ്ടിട്ട് ഈ കൊള്ളെടുത്തൊന്ന് വെച്ചാലേ ഉള്ളൂ പേഷ്യൻറ്റ് സാറ്റിസ്ഫാക്ഷൻ ആകത്തുള്ളൂ. അങ്ങനെ കൊള്ളു വെച്ച് കൊടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ തന്നെ കൊടുത്ത് സംഭവം ഓക്കെ ആയി. അത് കഴിഞ്ഞ് പേഷ്യൻറ്റ് സംഭവം റെഡിയാകുകയും ചെയ്തു. ആ സമയത്ത് തന്നെ പേഷ്യൻ്റ് എന്നെ ചീത്ത വിളിച്ച്, അവരുടെ ആൾക്കാരെല്ലാം കൂടെ എന്നെ ചീത്ത വിളിച്ച്. അപ്പോൾ ഈ മകൻ പറയുന്നുണ്ട്, സാറേ മരുന്ന് മാറിയിട്ടില്ല. മരുന്ന് മാറിയെന്ന് അവർ പറയുന്നത്. മരുന്ന് മാറിയിട്ടില്ല, ഞാൻ എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ സാറ് കലക്കിയത് എനിക്കറിയാം, എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കണ്ടതെന്നൊക്കെ പറഞ്ഞ് ഈ മകൻ പറയുന്നുണ്ട്. പക്ഷേ മറ്റുള്ളവർ സമ്മതിക്കുന്നില്ല. അവർ ഭയങ്കര വയലൻ്റ് ആകുക. വയലൻ്റ് ആയി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഈ പേഷ്യൻസ് പിന്നെ അത് കഴിഞ്ഞ് അവനെ ഒന്ന് സെറ്റിലാക്കി എടുത്തു. ഞാനതിൻ്റെ ഒരു ഭീകര എക്സ്പീരിയൻസ് ആയി. ആ എന്നെ തല്ലിയെന്നാണ് ഞാൻ വിചാരിച്ചത്. അതൊരു ഭീകര എക്സ്പീരിയൻസ്. അതുപോലെ വേറൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഒരു നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്ന സമയത്ത് അവിടെ ഒരു പരിപാടിയുണ്ട്. അതായത് 2 പേര് നൈറ്റ് ഡ്യൂട്ടി എടുക്കുകയാണെങ്കിൽ ഒരുത്തനോട്, ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരുത്തനോട് പറഞ്ഞു, എൻ്റെ കൂടെ വേറൊരുത്തനുണ്ടായിരുന്നു, അവനിപ്പോൾ എവിടെയാണെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല, ബ്രദറെ ഒരു കാര്യം ചെയ്യും, ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് 3 പേര് ഇരുന്നോളാം, അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോകും. അത് കഴിഞ്ഞ് ബ്രദർ ഇപ്പോൾ 10 മണിക്ക് പോയി കിടന്നു ഉറങ്ങിക്കോ, എന്നിട്ട് 3 മണി കഴിയുമ്പോൾ ബ്രദർ ഒറ്റയ്ക്ക്. അപ്പോൾ രാവിലെ തിരക്കാണല്ലോ, ഡ്യൂസ് കൊടുക്കണ്ടല്ലോ. അപ്പോൾ വൈകുന്നേരത്തെ ന്യൂസ് അവൻ ഷെയർ ചെയ്ത് നിൽക്കും. അത് കഴിഞ്ഞ് 3 മണി വരെ ചുമ്മാ ഇരിക്കും. ചുമ്മാ കഴിഞ്ഞിട്ട് അവൻ വീട്ടിൽ പോകും. അത് കഴിഞ്ഞിട്ട് 3 മണി കഴിയുമ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്നിട്ട് വൈകുന്നേരം രാവിലെ 7:30 വരെയുള്ള ന്യൂസും പരിപാടി എല്ലാം കൊടുക്കണം. ഹാൻഡ് ഓവർ, ഇൻസുലിൻ്റെ സാധനം എല്ലാം ബ്ലഡും ഒക്കെ എടുക്കണം. ഇങ്ങനെയുള്ള ഒരു സംഭവമാണ് അവ പറയുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ ചെയ്തു. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അങ്ങനെ ഞാൻ അവിടെ ചെയ്തു. കാരണം ഇതൊക്കെ അനുവദിച്ചിട്ടുള്ള സംഭവമാണെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഈ സംഭവം. ഇങ്ങനെയുള്ള കുറേ എക്സ്പീരിയൻസ്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ഈ ഹോസ്പിറ്റലിൻ്റെ അകത്ത് തന്നെ ചില ചിങ്കിടികളുണ്ട്. അപ്പം അതായത് ഈ ഹോസ്പിറ്റലിൻ്റെ PGസിൻ്റെയും ഹൗസന്മാരുടെയൊക്കെ റൂമുണ്ട്. ആ റൂമിൻ്റെ അകത്ത് അവർക്ക് അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ചിങ്കിടി അവിടെ ഉണ്ടായിരുന്നു. അതെല്ലാ ഹോസ്പിറ്റലിലും ഞാൻ കണ്ടിട്ടുണ്ട്. ചില വീടും കൂടുതലൊന്നും ഇല്ലാത്ത ആൾക്കാരൊക്കെ തന്നെ ഇങ്ങോട്ട് അസിസ്റ്റൻ്റായിട്ട് കൂടിയിരിക്കുക. അന്നൊരുത്തൻ അവിടെ ഉണ്ട്. അപ്പം അവൻ നമ്മളുമായിട്ട് കമ്പനിയാണ്. നമ്മൾ ഈ PGസിനൊക്കെ സഹായം, പ്രിൻറ്റിങ്, അതുപോലെ തന്നെ ഫോട്ടോ കോപ്പിങ്, സിം ചാർജ് എടുക്കി കൊടുക്കുക, അവരുടെ വാഷിങ്ങും അവരുടെ വേറെ പുറത്തെ വർക്കും, ചായകൾ മേടിച്ചുകൊണ്ട് വരുമെങ്കിലും അവർക്ക് ഇച്ചിരി പൈസ കൊടുക്കുക. ആ പൈസ കൊണ്ട് അതുങ്ങൾ ജീവിക്കുന്നത്. അതുങ്ങൾ പാവങ്ങളാണ്. അപ്പം ഒരു പാർട്ടി അവിടെ ഉണ്ടായിരുന്നു. ആ കുട്ടിയെ പരിചയപ്പെട്ടു. അങ്ങനെയുള്ള കുറച്ച് നല്ല ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് എക്സ്പീരിയൻസും ഉണ്ട്. അപ്പോൾ ഒത്തിരി ആൾക്കാർ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്ന നല്ലൊരു സെറ്റപ്പൊക്കെയാണ്. പക്ഷേ അതിൻ്റെ ഒരു അതർ സൈഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുറേ എക്സ്പീരിയൻസുകൾ എനിക്ക് ഈ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ 2 മാസം ഇവിടെ ജോലി ചെയ്തുള്ളൂ. ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നേരെ പോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റപ്പിലുള്ള ആൾക്കാർക്ക് ഇത് പറ്റിയ ഒരു സെറ്റപ്പ് അല്ല. കാരണം ഇവിടെ നമ്മളെല്ലാവരും ചീത്ത വിളിക്കുക. ഈ നേഴ്സ് നടുക്ക് കിടന്നുണ്ട്, ഡോക്ടർ നമ്മൾ ചീത്ത വിളിക്കുന്നു, ഫാമിലി നമ്മൾ ചീത്ത വിളിക്കുന്നു, പേഷ്യൻ്റ് ചീത്ത വിളിക്കുന്നു. ഒരിക്കലും സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു സെറ്റപ്പ്. പക്ഷേ ഞാനിത് കഴിഞ്ഞിട്ട് അയർലൻഡിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ജോയിൻറ്റ് ഡയറക്ടർ മാഗർഹിക്കയായിട്ട് ഇതിനെപ്പറ്റി, അവിടെ ഞാൻ കുറേ കംപ്ലയിൻറ്റ്സ് ഒക്കെ വന്നപ്പോഴത്തേക്കും ഈ മാഗർഹിക്കയായിട്ട് ഇതിനെപ്പറ്റി സംസാരിച്ചപ്പം ഈ മാഗർഹിക്ക് അന്ന് എനിക്കൊരു പറഞ്ഞു, എടാ ഈ പ്രൊഫഷൻ്റെ പ്രത്യേകതയാണ്, ഈ നഴ്സിംഗ് എന്ന് പറഞ്ഞ പ്രൊഫഷൻ്റെ പ്രത്യേകത ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്ത പ്രൊഫഷനാണ്. എന്നുവെച്ചാൽ നന്ദി ഇല്ലാത്ത പ്രൊഫഷനാണ് ഈ പ്രൊഫഷൻ. അപ്പം അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 99% നല്ല കാര്യം ചെയ്താലും 1% നമ്മൾ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്യുന്നത്. അതായത് 99% നല്ല കാര്യം അവൻ ചെയ്തല്ലോ, അത്രയും കാര്യങ്ങൾ അവൻ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ആരും ചിന്തിക്കത്തില്ല. കാരണം അവർക്ക് അവരുടെ കാര്യം നടന്നാൽ മതി. ഇതാണ് ഇതിൻ്റെ ഈ പ്രൊഫഷൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. എൻ്റെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഒരു നേഴ്സായിട്ട് കുറച്ച് നാൾ 2 മാസം ജോലി ചെയ്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ MLA ഹോസ്റ്റലിലേക്ക് എനിക്ക് ഡെപ്യൂട്ടേഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് MLA ഹോസ്റ്റൽ ചെന്നപ്പോൾ സാറിന് ഇഷ്ടമായതുകൊണ്ട് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഞാൻ അവിടെ പോയത് കഴിഞ്ഞിട്ട് പിന്നെ MLA ഹോസ്റ്റൽ ഡെപ്യൂട്ടേഷന് പോയി നിൽക്കുമായിരുന്നു. അവിടുത്തെ എക്സ്പീരിയൻസ് വേറൊരു ദിവസം ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇത്രയൊക്കെയാണ് എനിക്ക് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഓർമ്മ വരുന്ന ഒരു എക്സ്പീരിയൻസ്. ആ പാമ്പുകടിയൊക്കെ എനിക്ക് വളരെ ഡെവസ്റ്റേറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഒരു എത്തിക്സും ഇല്ലാത്ത ആൾക്കാരാണല്ലോ ഇവിടെയൊക്കെ ജോലി ചെയ്യുന്നത് എനിക്ക് സത്യം പറഞ്ഞ് തോന്നിപ്പോയിട്ടുണ്ട്. അതാണ് അവിടുത്തെ ഒരു സെറ്റപ്പ്. അപ്പോൾ ഇതുപോലെ വേറൊരു എക്സ്പീരിയൻസ് സ്റ്റോറി ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അപ്പം താങ്ക് യു വെരി മച്ച്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ ഒരു ബെൽ ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. സോ താങ്ക് യു വെരി മച്ച് ആൻഡ് സീ യു നെക്സ്റ്റ് ടൈം.